ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ ജീവിക്കുക എന്നതാണ് മനുഷ്യത്വം എന്ന് തിരിച്ചറിവുള്ള ഒരു തലമുറയും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് മാർക്സ് തന്നെ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മാർക്സ് പറഞ്ഞിട്ടുള്ളതും നമുക്കെല്ലാം ഹൃദിസ്ഥമായിട്ടുള്ളതുമായ വാചകങ്ങൾ ആവർത്തിക്കേണ്ടതല്ല, എങ്കിലും ഞാൻ ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഉയർത്തുന്ന ചോദ്യം ഈ ഭൂമി ആരുടേതാണ് എന്നതാണ്. ആരാണ് ഭൂമിയുടെ അവകാശികൾ? ആ പേരിൽ എഴുതിയ കഥയിൽ വൈക്കം മുഹമ്മദ് ബഷീർ അത് ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാർക്സ് പറയുന്നു, ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെതോ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെയോ സ്വകാര്യ സ്വത്തല്ല ഭൂമി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മാനവരാശിയുടെ മുഴുവൻ സ്വത്തുമല്ല ഭൂമി. നമ്മളെല്ലാം ഗുണഭോക്താക്കൾ മാത്രമാണ് ഈ പ്രകൃതിയുടെ. നമുക്ക് കൈവന്ന ഈ പ്രകൃതിയെ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ ഒരു പോറലുമേൽക്കാതെ വരും തലമുറയ്ക്ക് കൈമാറുകയാണ് വേണ്ടത്. ആ ബാധ്യതയാണ് നമുക്ക് എന്ന് ഓർമ്മിപ്പിച്ചത് മാർക്സാണ്.